ഹലോ ഫ്രണ്ട്സ്, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പഴം ഏതാണെന്ന് അറിയാവോ? എനിക്കും ഇതിൻ്റെ പേര് കുറച്ചു നേരം മുമ്പ് വരെ അറിയില്ലായിരുന്നു കേട്ടോ. നമുക്കിതൊന്ന് മുറിച്ചു നോക്കിയാലോ? കഴിഞ്ഞ ദിവസം ഇത് കൂട്ടൊരു പഴം ഇവിടെ കൊണ്ടുവന്നിരുന്നു. ആരോ കൊടുത്താന്നാണ് പറഞ്ഞത്. 2 ദിവസം ഫ്രിഡ്ജിലിരുന്നു. പിള്ളേർ വേണമെങ്കിൽ കഴിച്ചോട്ടെ എന്ന് കരുതി ഞാൻ നോക്കാനേ പോയില്ല. 3-ാം ദിവസം മുറിച്ച് മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ ഈ പഴം കഴിക്കാത്തതെന്ന്. ടേസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പിള്ളേർ പറഞ്ഞു. എങ്കിൽ ഒന്ന് കഴിച്ചു നോക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനെടുത്ത് കഴിച്ചു. അധികം പഴുത്ത കൊണ്ടാണെന്ന് തോന്നുന്നു, തേൻ പോലെ മധുരമായിരുന്നു. ആഹാ, എനിക്കിഷ്ടപ്പെട്ടു. ഇതിനൊരു സപ്പോട്ടയുടെയും ലിച്ചിയുടെയും അതുമല്ലെങ്കിൽ നമ്മുടെ ഇളം കരിക്കില്ലേ, അതിൻ്റെയൊക്കെ ഒരു മിക്സ് ചെയ്ത ടേസ്റ്റാണ്. ഇന്ന് ഞാൻ തൈര് കൊടുക്കാനായിട്ട് കടയിൽ ചെന്നപ്പം ആണ്ടടാ അവിടെ ഇരിക്കുന്നു ഈ പഴം. ഞാൻ 2 എണ്ണം വാങ്ങിച്ചു. 1/2 കിലോ മിച്ചം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇവിടെ കിലോ 120 രൂപയേ ഉള്ളൂ കേട്ടോ. കുട്ടികൾക്ക് വേണ്ടാത്തത് കൊണ്ട് ഞാൻ അത്രേ വാങ്ങിയുള്ളൂ. ഇതിൻ്റെ പേര് അഭിയു എന്നാണ് എന്ന് അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. കടക്കാരൻ ചേട്ടൻ പറഞ്ഞതാണ് അതിൻ്റെ പേര്. ഞാൻ ചെന്നപ്പോഴേ ചോദിച്ചു, അയ്യോ ഈ പഴത്തിൻ്റെ പേരെന്നെ, ഇതെന്ത് പഴമാണെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു അത് അഭിയു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഈ സംഭവം ഈ പഴം എനിക്കറിയാം, പക്ഷെ ഇതിൻ്റെ പേരെനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ കഴിച്ചിട്ട് തലയാട്ടുന്നതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മ വരുന്നെങ്കിൽ തികച്ച് യാദൃച്ഛികമാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ B3, കാൽസ്യം, ഫോസ്ഫറസ്, അയണ്, ഒട്ടനവധി മിനറൽസും വൈറ്റമിൻസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ടും കാഴ്ചശക്തി കൂട്ടാൻ വേണ്ടിയിട്ടും എല്ലാം ഇത് കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യും. പിന്നെ ചിലർക്കുണ്ടല്ലോ ഈ എന്താ പറയുക, അലർജിയുടെയൊക്കെ അസുഖമുള്ളവർ, ആസ്മ, ബ്രോങ്കൈറ്റിസ് അങ്ങനെയുള്ള രോഗികളൊക്കെ ഇല്ലേ. പിന്നെ മലബന്ധമുള്ളവർ, അത് കുട്ടികളും ആകാം മുതിർന്നവരും ആകാം. മുതിർന്നു കഴിയുമ്പോഴും കുട്ടികളായിരിക്കുമ്പോഴുമാണ് ഇത് കൂട്ട് അസുഖം കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പഴമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്കെന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ പിള്ളേരുടെ സ്വഭാവം എന്ന് വെച്ചാൽ നല്ല സാധനം ഒന്നും അവർക്ക് പിടിക്കത്തില്ല. അവർക്കിഷ്ടം എന്താ, ലേസ്, കുർക്കുറെ അങ്ങനെയുള്ള കുറേ പാക്കറ്റ് കിട്ടുന്ന സാധനങ്ങളുണ്ടല്ലോ, അത് മാത്രമേ അവർക്ക് ഇഷ്ടപ്പെടുത്തുള്ളൂ. ഞാനാണെങ്കിൽ ആ വക സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കത്തില്ല. ഞാൻ വാങ്ങിച്ചു കൊടുക്കുകയാണെ കടലമുട്ടായി, പിന്നെന്താ തണ്ണിമത്തൻ, ഓറഞ്ച്, പിന്നെ ഏത്തപ്പഴം, അങ്ങനെയുള്ള ബ്രെഡ്, ബണ്ണ്, പിന്നെ എണ്ണയും മുക്കി പൊരിച്ച സാധനങ്ങളൊന്നും ഞാൻ അങ്ങനെ അധികം വാങ്ങിച്ചു കൊടുക്കാറില്ല. കൊടുക്കാറൊക്കെ ഉണ്ട്, എന്നാലും കൂടുതലായിട്ടും കൊടുക്കുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം മേടിച്ചു കൊടുക്കുന്നതുകൊണ്ട് പിള്ളേർക്ക് വലിയ മേച്ചമൊന്നും ഇല്ല കേട്ടോ എന്നോട്. മുട്ടായി വാങ്ങിച്ചു കൊടുക്കുക, പിന്നെ ഇങ്ങനെ ഈ പാക്കറ്റിലെ ഫുഡുകൾ മേടിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ളവരോടാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. എന്നോട് വലിയ ഇഷ്ടമൊന്നും ഇല്ല, എന്നാലും അമ്മയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ കുറച്ച് ഇഷ്ടമൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുള്ളൂ എന്ന് അവർക്കറിയാം. പോകുമ്പോഴേ പറഞ്ഞു വിടും, അമ്മയെ കടലമുട്ടായി കിട്ടുള്ളൂ എന്നറിയാം. വേറൊരു മുട്ടായി ഞാൻ വാങ്ങിച്ചു കൊടുക്കുകയില്ല, ഞാൻ കഴിക്കത്തുമില്ല. കൊച്ചിലേ മുതൽ അങ്ങനെയാണ് കേട്ടോ. ഞാൻ ഈ മുട്ടായിയൊക്കെ എവിടെ നിന്നെങ്കിലും കിട്ടുവാണെങ്കിൽ തന്നെ അത് എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കും. ഞാൻ കഴിക്കത്തില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ 1-2 മുട്ടായി കഴിച്ചെങ്കിലായി. ഞാൻ ഇതുപോലെയുള്ള പഴങ്ങളൊക്കെ വാങ്ങിച്ചാൽ കഴിക്കുന്നത്. എന്നാലും എനിക്ക് കൊളസ്ട്രോള് അതിഭയങ്കര രീതിയിലാട്ടോ.